അപ്പം ഞാൻ വിചാരിച്ചു ചക്ക പുഴുങ്ങിയാലോ എന്ന്. ചക്ക പുഴുങ്ങാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ചക്ക ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പുഴുങ്ങാണോ എന്ന്. അല്ല കേട്ടോ, അതിൻ്റെ തോടും അതുപോലെ അതിൻ്റെ കുരുവും ഒക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ചുള മാത്രം എടുക്കുക. ചുള മാത്രം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിച്ചിട്ട് പുഴുങ്ങുക. അതായത് നമ്മൾ കപ്പൊക്കെ പുഴുങ്ങുമല്ലോ അതേപോലെ പുഴുങ്ങുക. പക്ഷെ കപ്പൻ്റെ അത്ര വേവ് ഇതിനില്ല, ചക്കക്ക് കുറച്ച് വേവല്ലേ ഉണ്ടാവുള്ളൂ. എന്തായാലും വെന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കടുക് ഇറക്കുക. ചുവന്ന മുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടുക് ഇറക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചമ്മന്തി ചേർക്കാം. അപ്പം നമ്മളിവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ചമ്മന്തിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് കുറച്ച് പുളി എടുത്തിട്ട് ചമ്മന്തി അരച്ചിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പുഴുങ്ങിയ ചക്കയും ഇതും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കപ്പ പുഴുങ്ങണേക്കും ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ.